വെൽക്കം ടു പത്ത്ഫൈൻഡേഴ്സ് ഗ്ലാഡിയേറ്റേഴ്സ് ബാച്ച്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൽത്ത് ആൻഡ് വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഹിസ്റ്ററിയിലെ 4th ചാപ്റ്ററാണ് വെൽത്ത് ആൻഡ് വേൾഡ്. ഇതിൻ്റെ ഒരു ചുരുക്കം ഞാൻ പറഞ്ഞത്, യൂറോപ്പിലെ നവോത്ഥാനത്തിൻ്റെ ചൈതന്യ ശാസ്ത്രത്തിലും സാഹിത്യത്തിലും കലകളിലുമൊക്കെ ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് നാം മുൻപാഠങ്ങളിൽ പഠിച്ചല്ലോ. നവോത്ഥാനം ചില സാഹസിക വാജ്ഞയും പുതിയ നാടുകൾ കണ്ടുപിടിക്കാനുള്ള താല്പര്യവും ഉണ്ടാക്കി. പരസ്യത്തെ ദേശങ്ങളുമായുള്ള വ്യാപാരത്തിലൂടെ നേടാൻ കഴിയുന്ന ലാഭത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഈ സാഹസികതയുടെ പിന്നിലുണ്ടായ പ്രധാന പ്രചോദനം. ഉദാഹരണത്തിന്, വാസ്കോ ഡ ഗാമയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ സമുദ്രയാത്രയ്ക്ക് ശേഷം കോഴിക്കോട്ട് കുരുമുളകിൻ്റെ വില വെനിസിലെ വിലയേക്കാൾ വളരെ കുറവാണെന്ന് ബോധ്യപ്പെട്ടു. ഭീമമായ സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ഗവൺമെൻറ്റുകളും മറ്റും സാമ്പത്തിക സ്ഥാപനങ്ങളും വ്യാപകമായ നിലയിൽ സമുദ്രയാത്രാ സംഘങ്ങളെ സംഘടിപ്പിക്കുകയും അതിനുള്ള ചെലവുകൾ ഏറ്റെടുക്കുകയും ചെയ്തു. ഇത്തരം യാത്രകളും വ്യാപാരവുമൊക്കെയാണ് പിന്നീട് കോളനിവൽക്കരണത്തിനും സാമ്രാജ്യത്തിലേക്കും രാജ്യങ്ങളിലും തമ്മിലുള്ള ശത്രുതകളിലേക്കും ലോകമഹായുദ്ധങ്ങളിലേക്കും ഒക്കെ നയിച്ചത്. ചരിത്രത്തിലെ പ്രശ്നസങ്കീർണമായ ആ കാലഘട്ടത്തെ പരിചയപ്പെടുന്നതാണ് ഈ ഭാഗം. അപ്പോൾ നമ്മളുടെ വെൽത്ത് ആൻഡ് വേൾഡ് വാർ 1 കുറിച്ചും 2 കുറിച്ചും പരിചയപ്പെടുന്നൊരു ചാപ്റ്ററാണ്. ഇതിൻ്റെ പാർട്ട് 1 ആണിത്, പാർട്ട് 1. അപ്പം നമുക്ക് നോക്കാം. ഈ ഒരു കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഇത് വെറുതെ വായിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമില്ല. ഇതെന്താ, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമുള്ള രീതിക്കാണ്. ഫസ്റ്റ് അതിൽ നിന്ന് കിട്ടേണ്ട കാര്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 2 significant events in 15th century were instrumental in launching the geographical expedition. ജിയോഗ്രഫിക്കൽ എക്സ്പെഡീഷന് കാരണമായ 2 കാര്യങ്ങൾ. ഒന്നാമത്തെ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചതാണ്, ദ കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ ടർക്സ്. പിന്നെ അറൈവൽ ഓഫ് പോർച്ചുഗൽ അറ്റ് ദ ഗിനിയൻ കോസ്റ്റ് ഇൻ ആഫ്രിക്ക. ഇവിടെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ വരുന്നത്, ഇവിടെയാണ് ഗിനിയൻ കോസ്റ്റ്. ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ഒരു കണക്ഷനാണ് വരുന്നത്. മറ്റേത് ആഫ്രിക്കയുടെ ടോപ്പിലേക്ക്. ഇനി അടുത്ത്, ദസ് ഇവൻറ്റ്സ് ഹാഡ് ഫാർ റീച്ച്ഡ് എഫക്റ്റ് വേൾഡ് വൈഡ്. ഈ ഒരു ഇവൻറ്റ് വേൾഡ് വൈഡ് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. ആഫ്റ്റർ ദ ടർക്സ് ക്യാപ്ചേർഡ് കോൺസ്റ്റാന്റിനോപ്പിൾ, ദ പ്രൈമറി ട്രേഡ് റൂട്ട് ത്രൂ which good including pepper from Asia reached Europe was obstructed. ഈ ഒരു ട്രേഡ് റൂട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ ടർക്സ് ക്യാപ്ചർ ചെയ്തപ്പം യൂറോപ്യൻസിൻ്റെ പ്രൈമറി ട്രേഡ് റൂട്ടായിരുന്നു ഇത്. അപ്പം ഇതവർക്ക് നഷ്ടമായി. അവർക്ക് പിന്നെ പെപ്പർ പോലുള്ള പ്രൈമറി ഗുഡ്സ് ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണ്ടായി. അത് തടസ്സപ്പെട്ടു. ആസ് എ റിസൾട്ട്, യൂറോപ്യൻ ബിഗൻ ടു എക്സ്പ്ലോറിംഗ് ന്യൂ റൂട്ട് ടു ആക്സസ് ദ വാല്യുബിൾ കമ്മോഡിറ്റീസ് ദാറ്റ് റീച്ച് ലാൻഡ് നെയ്തർ അൺനോൺ ടു ദം. അതിന് ശേഷം യൂറോപ്യൻസ് ബിഗൻ ടു എക്സ്പ്ലോറിംഗ് ന്യൂ റൂട്ട് ടു ആക്സസ്. യൂറോപ്യൻസ് പുതിയ ട്രേഡ് റൂട്ട്സ്, പുതിയ യാത്രാ വഴികൾ കണ്ടുപിടിക്കാൻ നോക്കി. വാല്യുബിൾ കമ്മോഡിറ്റീസ്, ടു ആക്സസ് വാല്യുബിൾ കമ്മോഡിറ്റീസ് മീൻസ് പ്രൊഡക്റ്റാണ്. അവർക്ക് വാല്യുബിൾ ആയിട്ടുള്ള സ്പൈസസ് സച്ച് ആസ് പെപ്പർ അതേപോലെ. ആൻഡ് റീച്ച്ഡ് ലാൻഡ് നെയ്തർ ടു അൺനോൺ ദം. അവർക്കറിയാത്തൊരു ലാൻഡിൽ അവരെത്തി. ദ അറൈവൽ ഓഫ് പോർച്ചുഗൽ സെയിലേഴ്സ് ഓൺ ദ ഗിനിയൻ കോസ്റ്റ്. അങ്ങനെയാണ് ഗിനിയൻ കോസ്റ്റിൽ പോർച്ചുഗലിലെത്തി. മാർക്ക്ഡ് അനദർ കീ മൈൽ സ്റ്റോൺ ദ വോയേജ്. ഒരു പുതിയൊരു മൈൽ സ്റ്റോൺ മീൻസ്
നാഴികക്കല്ല് ആയി. സീഫാറിങ്ങിൻ്റെ ഹിസ്റ്ററിയിലൊരു പുതിയൊരു മൈൽ സ്റ്റോണായി. ആൻഡ് ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ റീഷേപ്ഡ് ഗ്ലോബൽ ഹിസ്റ്ററി, ലീഡിങ് ദ യൂറോപ്യൻ ഡോമിനേഷൻ ആൻഡ് ഗ്രാജുവൽ സ്പ്രെഡ് ഓഫ് ദ യൂറോപ്യൻ കൾച്ചർ അക്രോസ് ദ വേൾഡ്. അങ്ങനെ വന്ന സമയത്ത് ഒരു ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ, ഈ പുതിയ ലാൻഡ്സൊക്കെ കണ്ടുപിടിക്കുന്നത് റീഷേപ്ഡ് ഗ്ലോബൽ ഹിസ്റ്ററി. ഗ്ലോബൽ എന്താ പറയുക, ഹിസ്റ്ററി മീൻസ് പുരാതന ഹിസ്റ്ററി കിട്ടുന്നില്ല എൻ്റെത്. ഗ്ലോബൽ ഹിസ്റ്ററീനെ പുതിയൊരു ഡോമിനേഷൻ, യൂറോപ്യൻകാരുടെ ഒരു സാമ്രാജ്യത്തിലേക്ക് എത്തിച്ച്. അടുത്ത് പോർച്ചുഗൽ ആൻഡ് സ്പെയിൻ വേർ ദ ഫസ്റ്റ് ടു എംബാർക്ക് ഓൺ എക്സ്പെഡിഷൻ. പോർച്ചുഗലും സ്പെയിനും ആയിരുന്നു ഫസ്റ്റ് എക്സ്പെഡിഷൻ സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് റീഷേപ്ഡ് ദ വേൾഡ്. സൂൺ ആഫ്റ്റർ other nations like നെതർലാൻഡ്, ഇംഗ്ലണ്ട് ആൻഡ് ഫ്രഞ്ച് ജോയിൻഡ് ദ എക്സ്പ്ലോറേഷൻ. അതിനുശേഷം നെതർലാൻഡ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് എന്നിവരും ജോയിൻ ചെയ്തു. ആൻഡ് കോൺക്വസ്റ്റ് ഓഫ് ന്യൂ ടെറിട്ടറീസ് ഫ്രം ദ മാപ്പ് യു മസ്റ്റ് ഹാവ് നോട്ടീസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 66ാമത്തെ പേജ് കാണിച്ച അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ അവർ കൈക്കലാക്കി. Countries are located along the coast, a geographical advantage that greatly contribute involvement of global exploration. Countries are located along the Atlantic coast. Atlantic coastന് നിയർബൈ ലൊക്കേറ്റ് ചെയ്യുന്ന കോസ്റ്റിന് ജോഗ്രഫിക്കൽ ഭൂമിതത്വ അഡ്വാൻറ്റേജസ് ആധിപത്യം ഉണ്ടായിരുന്നു. അത് നല്ല രീതിക്ക് തന്നെ അവരുടെ ഗ്ലോബൽ എക്സ്പ്ലോറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്തു. സെവറൽ അതർ ഫാക്ടേഴ്സ് ഓൾസോ എനേബിൾഡ് ദ നാഷൻ ടു അണ്ടർടേക്ക് സക്സസ്ഫുള്ളി. അതിൽ കുറച്ചാണ് ഇവിടെ കൊടുത്തത്. ഇതെന്തായാലും പഠിച്ചു വെക്കുക. ഒരു 2-3 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ. ഇത് പ്രഡിക്ഷനായിട്ട് തന്നെ കൂട്ടുകയോ. ദ ബിൽഡ് ഓഫ് അഡ്വാൻസ് ഷിപ്പ് കേപ്പബിൾ ഫോർ ക്രോസിംഗ് വാസ്റ്റ് ഓഷ്യൻ. നിരന്ന് കിടക്കുന്ന സമുദ്രം കടക്കാൻ പറ്റിയ ഷിപ്പുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ദ ഇൻവെൻഷൻ ഓഫ് കോമ്പസ് ആൻഡ് അതർ നാവിഗേഷൻ ടൂൾ ഫോർ ഡിറ്റർമിൻ. ഡയറക്ഷൻ തിരിച്ചറിയാൻ പറ്റിയ കോമ്പസ് പോലുള്ള അതർ ടൂൾസ് ഹെൽപ്പ് ചെയ്തു. സ്ട്രോങ് മിലിറ്ററി പവർ, പാട്രണേജ് ഓഫ് റൂളേഴ്സ്, എക്സ്റ്റെൻസീവ് എക്സ്പീരിയൻസ് ഓഫ് അഡ്വാൻസ് ഇൻ കാർട്ടോഗ്രഫി ആൻഡ് ആസ്ട്രോണമി. കാർട്ടോഗ്രഫി മാപ്പ് മേക്കിങ്ങിലും പിന്നെ ആകാശ ശാസ്ത്രങ്ങളിലുമൊക്കെ ജ്യോതിശാസ്ത്രങ്ങളിലുമൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്മെൻ്റ് ഉണ്ടായി. പിന്നെ കൂടുതൽ എക്സ്പീരിയൻസ്, സീഫാറിങ്ങിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ സേനകളുടെ പവർ, പാട്രണേജ് ഓഫ് റൂളേഴ്സ് എന്ന് പറഞ്ഞാൽ റൂളേഴ്സിൻ്റെ സപ്പോർട്ട് ലൈക്ക് ദാറ്റ്. അടുത്തതെന്ന് വെച്ചാൽ യൂറോപ്യൻ എക്സ്പെഡിഷൻ ടു അതർ കോണ്ടിനെൻറ്റ്. ദ ഏർലി എക്സ്പെഡിഷൻ ഓഫ് യൂറോപ്യൻ വേർ ഇൻ ദ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റ്. ഫസ്റ്റ് എക്സ്പെഡിഷൻ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലാണ് നടന്നത്. നോളജ് ഓഫ് ദ ഗോൾഡ് ഡെപ്പോസിറ്റ് ഇൻ നൈജീരിയൻ പ്ലെയിൻ മോട്ടിവേറ്റഡ് പോർച്ചുഗൽ. നൈജീരിയൻ്റെ അയ്യഭാഗത്തുള്ള ഗോൾഡ് ഡെപ്പോസിറ്റ് പോർച്ചുഗലിനെ അത് ക്യാപ്ചർ ചെയ്യാൻ പ്രേരിപ്പിച്ചു. ദ പോർച്ചുഗീസ് ഇനീഷ്യേറ്റഡ് ദർ കോൺക്വസ്റ്റ് ഓഫ് ആഫ്രിക്ക ഇൻ 1945 ബൈ ക്യാച്ചറിങ് സിയൂറ്റ. പോർച്ചുഗൽ തുടങ്ങിയത് 1450 സിയൂറ്റ എന്ന് പറഞ്ഞ ഒരു സ്ഥലം എ സിറ്റി ഇൻ മൊറോക്കൻ കോസ്റ്റിലുള്ള ഒരു സിറ്റീനെ ക്യാപ്ചർ ചെയ്തിട്ടായിരുന്നു. ദ സിറ്റി ലേറ്റർ ബിക്കേം എ വിച്വൽ ഗാനറി ഫോർ ദം. One of the early challenge Portugal explored was crossing Cape Bojtar. ഫസ്റ്റത്തെ ചലഞ്ച് അവർക്ക് ക്രോസിങ് ക്യാപ് ബോജ്താർ എന്ന് പറഞ്ഞൊരു സ്ഥലം ക്രോസ് ചെയ്യുന്ന ആദ്യത്തെ ആയിരുന്നു അവർക്കുള്ള ഒരു ചലഞ്ചായിട്ട് വന്നത്. However, after successful navigating in 1435,
They gained access to other region along the African coast. ആഫ്രിക്കൻ കോസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന വേറെയും കുറേ സ്ഥലങ്ങളിലേക്കുള്ള ആക്സസ് അവർക്ക് കിട്ടി. This breakthrough allowed the profit significant from trade of gold and slaves, further encouraging the exploration effort in the addition Africa. ഇതവരെ പ്രോത്സാഹിപ്പിച്ചു. ഗോൾഡ് ട്രേഡ് ചെയ്യാനുള്ള ഇതും സ്ലേവ്സിനൊക്കെ ട്രേഡ് ചെയ്ത് അവർ വെൽത്തി ആവാൻ തുടങ്ങി. The Portugal expanded agriculture, established colony on nearby island in Atlantic. In short, this venture in colonization Atlantic island eventually paved the way of finding a sea route to Asia, marking a crucial milestone in exploration. പോർച്ചുഗലിൽ ആഫ്രിക്കയിൽ തന്നെ അഗ്രികൾച്ചർ ആൻഡ് എക്സ്റ്റാബ്ലിഷ്ഡ് കോളനികളും എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. എല്ലാം തിങ്ങിപ്പറക്കുന്ന ഒരു സ്ഥലമാണ് കോളനി. അതിൻ്റെ നിയർ ബൈ ഐലൻഡ്, അറ്റ്ലാന്റിക്കിൻ്റെ നിയർ ബൈ ഐലൻഡിലും പോർച്ചുഗൽ കീഴടക്കി. ചെറിയ സമയം കൊണ്ട് ആഫ്രിക്കയിൽ അവർ കോളനൈസേഷൻ നടപ്പാക്കി. ഓഫ് അറ്റ്ലാന്റിക് ഐലൻഡ് ഇത് അവർക്കൊരു വഴിയായി, പുതിയൊരു സീ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയായി. മേക്കിംഗ് എ ക്രൂഷ്യൽ മൈൽ സ്റ്റോൺ ഇൻ ഗ്ലോബൽ എക്സ്പ്ലോറേഷനിൽ ഒരു മൈൽ സ്റ്റോൺ ആയി. ഇത് ഇനി വാസ്കോഡ ഗാമനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇൻ 1488 ദ പോർച്ചുഗൽ സെയിലർ ബർത്തലോമിയോ ഡയാസ് റീച്ച്ഡ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഒരു പോർച്ചുഗൽ ബർത്തലോമിയോ ഡയാസ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എത്തി. ലൊക്കേറ്റഡ് അറ്റ് ദ സൗത്തേൺ ടിപ്പ് ഓഫ് ആഫ്രിക്ക. ഏറ്റവും സൗത്തേണിലുള്ള ടിപ്പിലോ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്നത്. He is unable to navigate through rough sea route to India. ഇവരെ ലക്ഷ്യം ഇന്ത്യയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇന്ത്യയിലാണ് കുറച്ച് അത്യാവശ്യം സ്പൈസസ് ഉള്ളത്. ഹി വാസ് അൺഎബിൾ ടു റഫ് സീ റൂട്ടിൽ നാവിഗേറ്റ് ചെയ്യാൻ പറ്റില്ല ഇന്ത്യ, ആൻഡ് ഹി വാസ് ഫോഴ്സ്ഡ് ടു റിട്ടേൺ. ലേണിംഗ് ഫ്രം ചലഞ്ച് ദ പോർച്ചുഗീസ് ബിഗിൻ ബിൽഡിംഗ് സ്ട്രെഡിയർ ഷിപ്പ് കേപ്പബിൾ ടു വിസ്റ്റാൻഡിങ് ദ ഹാർഷ് കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ ഓഷ്യനിൽ നിലനിൽക്കാൻ പറ്റുന്ന ഒരു ഷിപ്പ് പോർച്ചുഗീസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അവിടുത്തെ ചലഞ്ചസ് മനസ്സിലായിക്കൊണ്ട്. എ ഡെക്കേഡ് ലേറ്റർ 1498 വാസ്കോ ഡി ഗാമ ഫോളോഡ് ദ സെയിം റൂട്ട് ആൻഡ് സക്സസ്ഫുള്ളി സെയിൽഡ് അറൗണ്ട് ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ആഫ്രിക്ക വിയ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അതേ വാസ്കോ ഡ ഗാമ അതേ വഴി തന്നെ വന്ന് സെയിം റൂട്ട് വിജയകരമായി അവർ ഈസ്റ്റേൺ കോസ്റ്റ് ആഫ്രിക്ക കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി. ഈ എവൻച്വലി റീച്ച്ഡ് ഷോർ ഓഫ് കാപ്പാട്, കോഴിക്കോട് കാപ്പാടിൽ അവരെത്തി. ദിസ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് യൂറോപ്യൻ ഡോമിനേഷൻ ഇൻ ഇന്ത്യ. ഇതാണ് യൂറോപ്യൻ ഡോമിനേഷനായി കണക്കാക്കുന്നത്. സ്പെയിൻ വാസ് അനദർ കൺട്രി ദാറ്റ് ടുക്ക് പാർട്ട് ഓഫ് ജിയോഗ്രഫിക്കൽ എക്സ്പെഡീഷൻ. സ്പെയിനാണ് മറ്റൊരു രാജ്യം ജോഗ്രഫിക്കൽ എക്സ്പെഡീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ദേ ടു ഹാഡ് ലോങ് കോസ്റ്റ് ആൻഡ് സീഫാറിങ്. അവർക്കും വലിയൊരു കോസ്റ്റും ഉണ്ടായിരുന്നു. അവർക്ക് എക്സ്പീരിയൻസ്, ഹെറിറ്റേജ് മീൻസ് തലമുറകളായി എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ലൈക്ക് പോർച്ചുഗൽക്കാർക്ക്. ദേ റിസീവ്ഡ് ദ പാട്രണേജ് ഓഫ് കിങ് ഫെർഡിനാൻഡ് ആൻഡ് ഐസബെല്ല, ദ റൂളേഴ്സ് ഓഫ് സ്പെയിൻ. അവർക്ക് അതിനുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു സ്പെയിൻ്റെ കിങ് ആൻഡ് ക്യൂവിൻ്റെ അടുത്ത്. With the financial aid of Spain, 1492, Christopher Columbus, an Italian navigator, reached the Bahamas Island. Financial aid of Spain. സ്പെയിൻ്റെ സാമ്പത്തിക പിന്തുണ കൊണ്ട് ക്രിസ്റ്റഫർ കൊളംബസ്, ഒരു ഇറ്റാലിയൻ നാവിഗേറ്റർ യാത്രക്കാരൻ, റീച്ച്ഡ് ദ ബാമാസ് ഐലൻഡിലേക്ക് എത്തി. ലൊക്കേറ്റഡ് ഇൻ സൗത്ത് ഈസ്റ്റ് റീജിയൺ ഓഫ് നോർത്ത് അമേരിക്കയിലെ സൗത്ത് ഈസ്റ്റ് റീജിയണിൽ സ്ഥിതി ചെയ്യുന്നത് ആയിട്ടുള്ള. ദിസ് ജേർണി ലെഡ് ടു ഡിസ്കവറി ഓഫ് എ പ്രീവിയസ്ലി അൺനോൺ കോണ്ടിനെൻറ്റ് ഫോർ യൂറോപ്യൻസ്. അതുവരെ അമേരിക്ക എന്ന് പറഞ്ഞൊരു കോണ്ടിനെൻറ്റ് ഉണ്ടായിരുന്നെന്ന് യൂറോപ്യൻസിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ ഒരു യാത്ര അതിനൊരു കാരണമായി.
The, the event paved the way for invention and exploration of the region by European, which came into be known as the New World. Eventually, this region is named America. The event paved the way of invention and exploration. ഈ സംഭവം പുതിയൊരു കോണ്ടിനെൻ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു എയ്ഡായി. യൂറോപ്യൻകാർക്ക് അറിയില്ല. അവരിതിന് ന്യൂ വേൾഡ് എന്നും വിളിച്ചു, അമേരിക്ക എന്നും വിളിച്ചു. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, അമേരിക്കേനെ ഫസ്റ്റ് എന്ത് വിളിച്ചു എന്ന് ചോദിക്കൂല്. ഷുവർ ക്വസ്റ്റ്യൻ ആണ് അമേരിക്കനെ എന്ത് വിളിച്ചു എന്ന്. ഫസ്റ്റ് എന്താണ് വിളിച്ചതെന്ന്. അന്നേരം ന്യൂ വേൾഡ് ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ. പിന്നെ ഈ ടേബിള് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് 2 മാർക്സ് ഓർ 3 മാർക്സ് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറ്റിക്കൊണ്ട് 2 ഓർ 3 ഇതിലേതെങ്കിലും ഒന്ന് ഇത് വന്നിരിക്കും. മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനമാണിത്. പെഡ്രോ ആൽവർ കാബ്രൽ, ബ്രസീൽ. ഫെർഡിനൻഡ് മഗലൻ, the first circumnavigate the globe through ocean. ആദ്യമായിട്ട് ഭൂമിയെ ചുറ്റും വലം വെച്ചത് ഫെർഡിനൻഡ് മഗലൻ. ജോൺ കാബോട്ട്, ന്യൂഫൗണ്ട്ലാൻഡ്. അടുത്തായിട്ടുള്ള ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ ഹാർഡ് ഫോർ റീച്ച്ഡ് കോൺസിക്വൻസ്. ലെറ്റ് us examine some of them. കോൺസിക്വൻസസ് ആണ് ഇനി. The Atlantic coast emerged as the most important trade route. അറ്റ്ലാന്റിക് കോസ്റ്റ് ഇവിടം വരെ നോക്കിയാൽ മതി, ഷോർട്ട് പോയിന്റ് ആക്കി പഠിച്ചു വെക്കുക. ഇതാണ് ഏറ്റവും നല്ലത്. അതിൽ ഡിക്ലൈൻ ഓഫ് മെഡിറ്ററേനിയൻ ട്രേഡ്, അറൈസ് ഇൻ അറ്റ്ലാന്റിക് ട്രേഡ്. മെഡിറ്ററേനിയൻ ട്രേഡ് പോയിട്ട് അറ്റ്ലാന്റിക് ട്രേഡിലേക്ക് വന്നു. ലാർജ് പാർട്ട് ഓഫ് അമേരിക്ക ആൻഡ് ആഫ്രിക്ക, ഏഷ്യ കെയിം അണ്ടർ ദ യൂറോപ്യൻ ഇൻവെൻഷൻ. അത്രയും പാർട്സ് യൂറോപ്പ് പിടിച്ചടക്കി. ഇത് എഫേർട്ട് were made by European to monopolize trade pepper and other spices. അവരുടെ പ്രയത്നം, മോണോപ്പൊളൈസ് മീൻസ് ആധിപത്യം സ്ഥാപിക്കുക, ട്രേഡ് ഓഫ് പെപ്പർ ആൻഡ് other spices from Asia. Gold and silver were transported large quantities from South America to Europe, with a portion of the wealth eventually reach India. ഈ ഒരു ഇതിൽ വഴി അവർ ഗോൾഡ് ആൻഡ് സിൽവർ, സ്വർണവും വെള്ളിയും വലിയ അളവിൽ സൗത്ത് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിൽ ഒരു ഭാഗം ഇന്ത്യയിലേക്കും എത്തിയിട്ടുണ്ട്. ആ ട്രേഡ് വഴി, പെപ്പർ ആൻഡ് സ്പൈസസ് ട്രേഡ് വഴി എത്തിയിട്ടുണ്ട്. The development of the triangular trade system connecting Europe, Africa and America. The triangularly connecting system. അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഇങ്ങനെയൊരു കണക്റ്റിംഗ് സിസ്റ്റമാണ്. ഈ മാപ്പ് ചാൻസ് ഉണ്ട്. മാപ്പ് ഇത് തന്നിട്ട്, ഒരു മാപ്പ് തന്നിട്ട് അതിൽ ട്രയാങ്കുലർ ട്രേഡ് റൂട്ട് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പറഞ്ഞേക്കാം. The influx of gold and silver into Europe increased the use of currency, acceleration, monetization. ഗോൾഡും സിൽവറും യൂറോപ്പിൽ പണമൊഴുക്ക് കൂട്ടി. പണത്തിലെ കുത്തൊഴുക്ക് എന്നൊക്കെ പറയില്ലേ, അത് കൂട്ടി. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. ഈ ഒരു മാപ്പും നോക്കുക. മാപ്പ് മെയിൻ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. അതിൽ അധികം ഇതായിരിക്കാനാണ് ചാൻസ്. ഇതുണ്ടാവില്ല. ഇതിൽ ഈ ക്വസ്റ്റ്യൻ്റെ ഒക്കെ പേര് പറയും. അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ കോസ്റ്റ് എവിടെയായിരുന്നു അങ്ങനെ മാർക്ക് ചെയ്യാൻ പറയും. അടുത്തതാണ് മെർക്കാൻറ്റലിസം. ഇതിൽ ഇവിടെ തൊട്ട് നോക്കിയാൽ മതി, അത്രയും ഭാഗം പോട്ടെ. വെൻ ലോർഡ് വിസ്മോ ലേൺഡ് ദാറ്റ് ഗോൾഡ് ആൻഡ് സിൽവർ ഹാഡ് ടു ബി ഗിവൺ ടു ഇന്ത്യൻസ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദെയർ ഗുഡ്, he felt the European was losing its precious resource and gave such as response. This highlight the concept of mercantilism. ഇത് ലോർഡ് വിസ്മസ് ലേൺഡ് ദാറ്റ്
ഗോൾഡും സിൽവറും ഇന്ത്യക്ക് കൊടുക്കുകയാണ്, പകരം ഓരോ ഗുഡ്സാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയവർ. അന്നേരം ലോർഡ് വിസ്മോസ് മനസ്സിലാക്കി ഇതൊരു പ്രിഷ്യസ് റിസോഴ്സാണ്. ഓക്കെ, ദിസ് ഹൈലൈറ്റ് ദ കൺസെപ്റ്റ് ഓഫ് മെർക്കൻറ്റിലിസം. അന്നേരം മെർക്കൻറ്റിലിസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് മെർക്കാൻറ്റിലിസം ആൻഡ് എക്കണോമിക് പോളിസി വേർ നാഷൻസ് എയിംഡ് ടു അക്യുമുലേറ്റ് വെൽത്ത് പ്രൈമർലി ഗോൾഡ് ആൻഡ് സിൽവർ ത്രൂ ട്രേഡ് ആൻഡ് അതർ മീൻസ്. മെർക്കാൻറ്റിലിസം എന്താ വെച്ചാൽ ഒരു സാമ്പത്തിക പോളിസിയാണ്. രാജ്യങ്ങൾ, സ്വതന്ത്ര രാജ്യങ്ങൾ അത് ഉന്നം വെച്ചോ അവർ വെൽത്ത് പ്രൈമറി ഫോം ഗോൾഡ് സിൽവറുമായിട്ട് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിച്ചു. ഇങ്ങനെയുള്ളതാണ് ഒരു മെർക്കാൻറ്റിലിസം ചോദിച്ചു ചെയ്തത്. അക്കോർഡിംഗ് ടു മെർക്കാൻറ്റിലിസം പോളിസി ദ വെൽത്ത് ഓഫ് എ നാഷൻ വാസ് മെഷേർഡ് ബൈ ദ എമൗണ്ട് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ ഇറ്റ് പൊസസ്ഡ്. അവരുടെ കൈവശമുള്ള ഗോൾഡും സിൽവറിൻ്റെയും കണക്കനുസരിച്ചാണ് അവരുടെ വെൽത്ത് മെഷർ ചെയ്യുന്നത്. Countries that adopted this policy completed to accumulate wealth in the form of the precious metal. ഇത് ശരിവെച്ചവർ സ്വീകരിച്ച എല്ലാവരും ഗോൾഡും സിൽവറുമായിട്ട് വെൽത്ത് ഇതാക്കാൻ തുടങ്ങി, ഗെയിൻ ചെയ്യാൻ തുടങ്ങി. ഇവിടെ കോളനൈസേഷൻ ഉണ്ട്. കൊളോണിയൽ പോളിസി. Colonial policy refers the policy that strategy employed by colonial power to extract wealth from their colonies. ഇതാണ് കൊളോണിയൽ പോളിസി. കൊളോണിയൽ പോളിസി എന്ന് വെച്ചാൽ പോളിസിയും സ്ട്രാറ്റജീസും. ഉടമ്പടിയല്ലോ. സ്ട്രാറ്റജീസ് മീൻസ് ഐഡിയോളജി. ഐഡിയയും കോളനിന്ന് അതിൻ്റെ സമ്പത്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ഉപയോഗിച്ച ഐഡിയകളാണ് കൊളോണിയൽ പോളിസി എന്ന് പറയുന്നത്. പ്രൈമറി എയിം ഓഫ് ദ പോർച്ചുഗീസ് കൊളോണിയൽ പോളിസി വാസ് ബ്രേക്ക് ദ ഏഷ്യൻ സ്പൈസ് ട്രേഡ് മൊണോപ്പൊളി. പോർച്ചുഗലിൻ്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ കൊളോണിയൽ പോളിസിയിലൂടെ ഏഷ്യൻ സ്പൈസ് ട്രേഡ് മൊണോപ്പൊളി, ഏഷ്യയിൽ ഉണ്ടായിരുന്ന മൊണോപ്പൊളി മീൻസ് ഏകാധിപത്യം തകർക്കുക, ഓഫ് ദ അറബ് and secure control over it under this policy. അതിനുശേഷം ഈ പോളിസിൻ്റെ അടിയിലാക്കുക. ട്രേഡ് ഇൻ ദ കോളനി became monopoly of the Portuguese king. The Portuguese sought to keep other European power out of this trade. As part effort, non-stop individuals were prevented from traveling on Portugal ship. ഈ ഒരു ട്രേഡിൻ്റെ ഭാഗമായി കോളനീസ് മൊണോപ്പൊളി ഓഫ് ദ പോർച്ചുഗീസ് കിങ്. കോളനികൾ രാജാവിൻ്റെ ഏകാധിപത്യത്തിലാവുകയും ദ പോർച്ചുഗീസ് സോട്ട് ടു കീപ്പ് അതർ യൂറോപ്യൻ പവർ ഔട്ട് ഓഫ് ദിസ് ട്രേഡ്. വേറുള്ള യൂറോപ്യൻ വൻശക്തികളിൽ നിന്നും ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന പ്രിവെൻറ്റ് ചെയ്യും. ആസ് പാർട്ട് ഓഫ് ദിസ് ഇവർ നോൺ പോർച്ചുഗീസ് ഇൻഡിവിജ്വൽസ് വേർ പ്രിവെൻറ്റഡ് ഫ്രം ട്രാവലിംഗ് ദ പോർച്ചുഗീസ്. പോർച്ചുഗൽ ഷിപ്പിൽ നിന്ന് പോർച്ചുഗൽ പൗരത്വം ഇല്ലാത്തവരെ ട്രാവൽ ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. Spain also governed colonies directly under the authority of the king, focusing on extracting as much as gold and silver possible from the America to enrich the kingdom. ഇതും അതേപോലെ തന്നെ അമേരിക്കേൻ്റെ മാക്സിമം വെൽത്ത് ഗെയിൻ ചെയ്യാൻ നോക്കി. In contrast, the Dutch and English conducted their colonial trade through joint stock companies. Joint stock companiesiലൂടെ ഇംഗ്ലണ്ടും ഡച്ചും പോലുള്ള ആൾക്കാർ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിലൂടെ കൊളോണിയൽ ട്രേഡ് നിയന്ത്രിച്ചു. ബട്ട് സ്പാനിഷ് പോർച്ചുഗീസ് കിങ് ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്തു. ദേ യൂസ് ദ വെൽത്ത് ടു ബിൽഡ് റിനോവേറ്റ് പാലസസ്. പോർച്ചുഗലും സ്പെയിനും പാലസ് റിനോവേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചു. അറ്റ് ദ സെയിം ടൈം കമ്പനീസ് ലൈക്ക് ദോസ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് നെതർലാൻഡ്സ് റീഇൻവെസ്റ്റ് ദെയർ പ്രോഫിറ്റ് ബാക്ക് ഇൻ ടു ദെയർ ബിസിനസ്. അവരുടെ ബിസിനസ്സിലേക്ക് തന്നെ അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് ഇൻവെസ്റ്റ് ചെയ്തു. അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇത്. സ്പെയിനും പോർച്ചുഗലും പിന്നെ ഡച്ചും ഇംഗ്ലണ്ടും ഇത് രണ്ടും രണ്ട് ഭാഗത്താണ്. ഇത് സ്പെയിനും പോർച്ചുഗലും, ഇത് ഡച്ചും ഇംഗ്ലണ്ടും. ഇവർ തമ്മിലുള്ളൊരു
കമ്പാരിസൺ ഈ വരുന്ന എക്സാമിന് ഇവൻ ഏത് എക്സാമാണ് കേട്ടോ, മിഡ് ടേം എക്സാം ഉണ്ട് ഇനി വരെ ഒക്ടോബർ ആകുമ്പോൾ. പിന്നെയുള്ളൊരു എക്സാം എന്ന് വെച്ചാൽ നമ്മളെ ക്രിസ്മസ് എക്സാമാണ്. ക്രിസ്മസ് 2025 എക്സാമിൽ ഈ ക്വസ്റ്റ്യൻ ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിന് ഈ ഭാഗത്ത് നിന്ന് വന്നിരിക്കും. പിന്നെ എഫക്ട്സ് ഓഫ് കോളനൈസേഷൻ ആണ്. ഇത്രയും എഫക്ട്സ്. വെൽത്ത് വാസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം കോളനി ആസ് ഫ്ലോഡ് ഇൻ യൂറോപ്പ്. ആ വെൽത്ത് കോളനിയിൽ നിന്ന് ഗെയിൻ ചെയ്ത വെൽത്ത് യൂറോപ്പിലേക്ക് എത്തി. നാറ്റീവ് ലോസ് ദെയർ എക്കോണമി പൊളിറ്റിക്കൽ റൈറ്റ് ഓവർ ദെയർ ഓൺ റീജിയൻ. അവരുടെ നാട്ടിലുള്ള സാമ്പത്തികവും രാഷ്ട്രീയപരമായുള്ള എല്ലാ റൈറ്റ്സും പോയി. ഇൻഡിജീനിയസ് കൾച്ചർ ഓഫ് കോളനി ഫേസ് ഡിസ്ട്രക്ഷൻ. ഇൻഡിജീനിയസ് കൾച്ചർ മീൻ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം, ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രാക്ടീസ് സ്പ്രെഡ് അക്രോസ് ദ കോളനീസ്. വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽസ്, യൂറോപ്യൻ ലൈഫ് സ്റ്റൈല് കോളനികളിലേക്ക് പടർന്നു. ക്രിസ്ത്യാനിറ്റി വാസ് പ്രൊപ്പഗേറ്റഡ് ടു കോളനൈസ്. ക്രിസ്ത്യാനിറ്റി കോളനികളിലേക്ക് പടർന്നു. ഇത്രയാണ് ഒരു പാർട്ടായിട്ട് വരുന്നത്. അടുത്ത ന്യൂ വേൾഡ് ചേഞ്ചിങ് എക്കണോമിക് ഓർഡർ. ഇനി അടുത്ത് മെർച്ചൻ്റ് ക്യാപിറ്റലൈസേഷനും ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലൈസേഷനും. ഇത് രണ്ടുമാണ് പഠിക്കേണ്ടത്. Individuals who had been involved in trade before this exploration became very wealthy and were referred to as merchant capitalists. മുതലാളിത്വം എന്ന് പറയും. ഈ എക്സ്പ്ലോറേഷന് മുന്നേ ട്രേഡിലൂടെ റിച്ചായവർ മുതലാളികളായി. ആസ് ഇംഗ്ലണ്ട് started industries using wealth gained through colonization. Those who invested their wealth they became the owner of industries and made huge profit with the merchant capital gave away to industrial capital. തൊഴിലാളിത്തത്തിൽ നിന്ന് മാറി ഒരു 3-4 ആൾക്കാർ ഒരു സാധനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലുണ്ടാവും. അതേപോലെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലൈസേഷനെ ആ ഒരു കമ്പനി പറയുന്നതാണ് അതിൻ്റെത്. ഓക്കെ, ചിലപ്പം ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലൈസേഷനും മെർച്ചൻ്റ് ക്യാപിറ്റലൈസേഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കും. ഇനി അടുത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഫീച്ചേഴ്സ് ആണുള്ളത്. പ്രൊഡക്ഷൻ വാസ് മെക്കനൈസ്ഡ്. അഡ്വാൻസ്മെൻറ്റ് ഇൻ മെറ്റലർജി ലേണിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് മെറ്റീരിയൽ. പ്രൊഡക്ഷൻ മീൻസ് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റൊക്കെ മൊത്തം മെഷീൻസാണ് ചെയ്യുന്നത്. അഡ്വാൻസ്മെൻറ്റ് ഇൻ മെറ്റലർജി ലീഡിങ് ടു ദ പ്രൊഡക്റ്റ്. മെറ്റലർജിയിലുണ്ടായ വളർച്ച പുതിയ അഡ്വാൻസ്ഡ് ടൂൾസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചു. സ്റ്റീം, ആവിയാണ് എനർജിയുടെ സോഴ്സായത്. യാത്രാ സംവിധാനം വർദ്ധീകരിച്ചു. പ്രൊഡക്റ്റ് ഷിഫ്റ്റഡ് ഫ്രം കോട്ടേജസ് ടു കുടിൽ വ്യവസായത്തിൽ നിന്ന് ഫാക്ടറീസിലേക്ക് മാറാൻ തുടങ്ങി. ഇനി ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറയാം. മെറിറ്റ്സ് ഫസ്റ്റ് നോക്കാം. പോസിറ്റീവ് പോയിൻറ്റ്സ് ആണ്, ഇത് നെഗറ്റീവ് പോയിൻറ്റ്സ് ആണ്. റൈസ് ഓഫ് ഫാക്ടറീസ് സിമ്പിളാണ്, ഒരു 3 പഠിച്ചേക്കുക. റൈസ് ഓഫ് ഫാക്ടറീസ്, പുതിയ ഫാക്ടറികൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, ഉൽപ്പാദനം കൂടി. ന്യൂ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, പുതിയ തൊഴിലവസരങ്ങൾ വന്നു. റൈസ് ഓഫ് സിറ്റീസ് ആൻഡ് അർബനൈസേഷൻ, പുതിയ സിറ്റികൾ വന്നു. അർബനൈസേഷൻ മീൻസ് സിറ്റികൾ വികസിക്കാൻ തുടങ്ങി. അർബൻ ലൈഫ്, ബെറ്റർ ലിവിങ് കണ്ടീഷൻ. ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് മീൻസ് നല്ല സാമ്പത്തിക വൽക്കത ഒക്കെ വന്നു. ഇനി ഡിമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബേഴ്സ് അടിച്ചമർത്തപ്പെട്ടു. പോവേർട്ടി ആൻഡ് എപ്പിഡമിക്സ്, പോവേർട്ടി വന്നാൽ എന്തായാലും എപ്പിഡമിക്സ് വരും. പോവേർട്ടി, ദാരിദ്ര്യം. എപ്പിഡമിക്സ് മീൻ മഹാമാരി. പോവേർട്ടി, പൈസ ഇല്ല, ചികിത്സിക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് എപ്പിഡമിക്സ് വന്നു. ലോങ് വർക്കിംഗ് ഹവർ ആൻഡ് ലോ വേജ് ഫോർ വുമൺ.
സ്ത്രീകളെയും കുട്ടികളെയും കൂടുതൽ മണിക്കൂർ പണിയെടുപ്പിക്കുകയും കുറഞ്ഞ വേതനം നൽകുകയും ചെയ്തു. റൈസ് ഓഫ് സ്ലം, ചേരി തിരിയാൻ തുടങ്ങി. ബിസി ആൻഡ് പൊല്യൂട്ടഡ് സിറ്റി, തിരക്കേറിയതും മലിനവൽക്കരിച്ചതുമായ സിറ്റികൾ. മിസറബിൾ ലൈഫ് ഓഫ് ലേബേഴ്സ്. മിസറബിൾ ലൈഫ് മീൻസ് അടിച്ചമർത്തപ്പെട്ട ജീവിതമായി ലേബേഴ്സിൻ്റെ. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് AD സൈനിങ് ഔട്ട്.